ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാഗ്യമായി മാറണോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലൊരു അമ്മയായി മാറണോ? ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ. കുട്ടികൾക്ക് നല്ലൊരു അമ്മ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചില കുട്ടികൾ പറയുന്നത് കേൾക്കാം, എനിക്കെൻ്റെ അമ്മയെ ഇഷ്ടമല്ല, അച്ഛനെയാണ് ഇഷ്ടം. എൻ്റെ അമ്മ എന്നെ അടിക്കാറുണ്ട്, പക്ഷേ അച്ഛൻ എന്നെ അടിക്കാറില്ല എന്നൊക്കെ. ഈ വഴക്ക് പറയലും അടിയുമൊക്കെ നിർത്തി നിങ്ങൾക്കും നല്ലൊരു അമ്മയാവാൻ പറ്റും. മിക്ക അമ്മമാരും കുട്ടികളെ അടിക്കുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ വാശി തീർക്കാനാണ്. അത് അമ്മായിയമ്മയോടോ ഹസ്ബൻഡിനോടോ ഒക്കെയുള്ള ദേഷ്യം അവർ കുട്ടികളിലാണ് തീർക്കുന്നത്. നമ്മുടെ മക്കളല്ലേ അത്, അവർ നമ്മുടെ ഭാഗ്യമാണ്. അവരെ നമ്മൾ പൊന്നുപോലെ നോക്കണം. നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണ്. അവരുടെ സ്നേഹം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം അവരെയും ഒരുപാട് സന്തോഷിപ്പിക്കും. മക്കൾക്ക് വേണ്ടത് അമ്മയുടെ കളങ്കമില്ലാത്ത സ്നേഹമാണ്. പിന്നെ രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിയുടെ കുസൃതി കാണുമ്പോൾ അമ്മമാർക്ക് ദേഷ്യം വരാറുണ്ട്. ചിലപ്പോൾ അവരെ അടിച്ചെന്നും വരാം. ഒട്ടുമിക്ക അമ്മമാരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദേഷ്യമാണ് എന്ന്. ഞാൻ മൂത്ത കുട്ടിയെ എപ്പോഴും അടിക്കും. ചെറിയ കുട്ടിയെ താലോലിക്കുമ്പോൾ മൂത്ത കുട്ടി ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എനിക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് എന്നൊക്കെ. ഇതൊക്കെ ഹോർമോൺ ചേഞ്ചസ് നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് കേട്ടോ. മൂത്ത കുട്ടിയോട് ദേഷ്യപ്പെട്ടാലും കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്കതൊക്കെ ഓർത്ത് സങ്കടം വരാറുണ്ട് എന്ന് പറയുന്ന അമ്മമാരുമുണ്ട്. ഇത് മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മൂത്ത കുട്ടിയെ മനസ്സിലാക്കി അവൻ്റെ പേരിൽ ഒരു ജേണൽ എഴുതുക. അതായത് അവൻ്റെ പെരുമാറ്റങ്ങൾ, ഗുണങ്ങൾ, കളികൾ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതൊക്കെ ആ ജേണലിൽ ഉൾപ്പെടുത്തണം. പിന്നെ അവൻ്റെ കളികളൊക്കെ കണ്ട് അവൻ ചിരിക്കുന്നതും കുസൃതി കാട്ടുന്നതുമൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ സന്തോഷം നിറയും. അടുത്തതായി നിങ്ങൾ ജേണലിൽ എഴുതേണ്ട കാര്യമാണ് നിങ്ങൾ നല്ലൊരു അമ്മയാവുമെന്നത്. കുട്ടികളെ അധികം കൺട്രോൾ ചെയ്യാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ലൊരമ്മ. കുട്ടികൾ എനിക്കതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളതിന് ദൈവത്തിനോട് നന്ദി പറയാൻ അവരെ പഠിപ്പിക്കുക. ഇതുപോലുമില്ലാത്ത എത്രയോ കുട്ടികൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും എൻ്റെ മോൻ ഇതെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ ഈ ഉള്ളതിൽ എൻ്റെ മോൻ സന്തോഷിക്കണം, എന്നാലേ ദൈവം നമുക്ക് ഇനിയും സന്തോഷങ്ങൾ തരൂ എന്നൊക്കെ നല്ല സ്നേഹത്തിൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പോൾ അവൻ്റെ പരാതിയും പരിഭവവും ഒക്കെ അങ്ങ് ഇല്ലാതാവും. പിന്നെ കുട്ടിയെ 4 വയസ്സെത്തുന്നതോടെ അവൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ പഠിപ്പിക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുക. ചില കുട്ടികൾ ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. അപ്പോൾ വേണ്ടത് അവരുടെ ഏജിനനുസരിച്ച് അവരെ സൂപ്പർമാൻ എന്നോ സൂപ്പർ ഹീറോ എന്നൊക്കെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. സൂപ്പർമാൻ എന്താണ് ചെയ്യാൻ പറ്റാത്തത്, സൂപ്പർമാൻ എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. അപ്പോൾ അവർ തനിയെ ചെയ്തുകൊള്ളും. അല്ലാതെ അവരെ അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ചെയ്യിക്കുന്നത് നല്ലതല്ല. അത് അവരുടെ ഡെയിലി റൊട്ടീൻ ചെയ്യാനുള്ള മടി കൂട്ടും. ഇനി കുട്ടികളോട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് ഇന്ന് വാങ്ങിത്തരാം എന്നൊക്കെ വാക്ക് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നരുത്. അവർക്ക് ദേഷ്യപ്പെടാതെ മറുപടി കൊടുക്കണം. അത് ഞാൻ നാളെ വാങ്ങി തന്നാൽ മതിയോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാങ്ങി തന്നാൽ മതിയോ, ഇന്ന് അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ലടാ, അതുകൊണ്ടാണ് വാങ്ങാതിരുന്നത് എന്ന് സമാധാനത്തിലും സ്നേഹത്തോടെയും പറയുക. നമ്മുടെ മക്കൾക്കത് മനസ്സിലാകും. അല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയരുത്. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് കുട്ടി വാശി പിടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ അതിനേക്കാൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ ആദ്യം നിങ്ങളെ കാം ഡൗൺ ചെയ്തതിന് ശേഷം കുട്ടിയോട് സംസാരിക്കുക. നിങ്ങൾ കുട്ടികളുടെ ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ നമ്മുടെ ഫീലിങ്സിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ അമ്മയ്ക്കും മക്കൾക്കും ഇടയിൽ ഒരിക്കലും നല്ലൊരു റിലേഷൻ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ അമ്മമാർക്ക് കുട്ടികളോട് ദേഷ്യം വരുന്നത് ഭക്ഷണ കാര്യത്തിലാണ്. കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അധികം ഫോഴ്സ് ചെയ്യരുത്. അവർക്ക് വേണ്ടത് അവർ കഴിക്കട്ടെ. പിന്നെ ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ഡെയിലി വിശേഷങ്ങൾ ചോദിക്കുകയും വേണം. സ്കൂളിലോ കൂട്ടുകാരുടെ ഇടയിലോ എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടായാൽ മക്കളത് പറയുമ്പോൾ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കാതെ അവരോടൊപ്പം ചിരിച്ചുകൊണ്ട് ആ തമാശ നന്നായി ആസ്വദിക്കണം. പിന്നെ അവർക്ക് എപ്പോഴും സ്കൂളിലെയും വഴിയിലെയും ഒക്കെയുള്ള വിശേഷങ്ങൾ പറയാൻ നല്ല ഉത്സാഹമായിരിക്കും. ഇനി മോശം കാര്യമുണ്ടായാലും അത് കുട്ടികൾ നിങ്ങളോട് പറയാൻ തയ്യാറായിരിക്കണം. അത്തരത്തിലായിരിക്കണം അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻ. പിന്നെ വീട്ടിലെ പ്രധാന കാര്യങ്ങളിലൊക്കെ കുട്ടിയോടും അഭിപ്രായം ചോദിക്കണം. നിങ്ങൾ അവനെയും പരിഗണിക്കുന്നുണ്ടല്ലോ എന്നത് അവനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ
അവനുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളിൽ വരെ അവനെ നന്നായി അഭിനന്ദിക്കണം. പിന്നെ അവൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്തി കൊടുക്കുകയും വേണം. മക്കളുടെ നെഗറ്റീവ്സ് എടുത്ത് പറയാതെ പോസിറ്റീവ്സ് മാത്രം എടുത്തു പറയുക. അതവനെ മെൻ്റലി സ്ട്രോങ് ആക്കും. പിന്നെ മൂത്ത കുട്ടിക്ക് ന്യൂബോൺ ബേബിയോട് ദേഷ്യം തോന്നുക സ്വാഭാവികമാണ്. അത് അമ്മമാർ ഡെലിവറിക്ക് മുന്നേ തന്നെ മൂത്ത കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുവാവയെപ്പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കണം. മോൻ്റെ കൂടെ കളിക്കാനുള്ള കുഞ്ഞുവാവയാണിതെന്നും എൻ്റെ മോനാണ് ഈ വാവയെ നോക്കേണ്ടത്, മോനെ ഏട്ടാന്നൊക്കെ വിളിക്കും വാവ എന്നൊക്കെ പറഞ്ഞ് നന്നായി പരിചയപ്പെടുത്തണം. അപ്പോൾ കുഞ്ഞുവാവ വരുമ്പോൾ മൂത്ത കുട്ടി ഹാപ്പിയാകും. മിക്ക അമ്മമാരും രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ്, അയ്യോ ഞാൻ ഇന്ന് എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, എൻ്റെ ഇന്നത്തെ ദിവസം വേസ്റ്റായി പോയല്ലോ, എനിക്കെൻ്റെ മക്കളുടെ കൂടെ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ, മക്കളുടെ വിശേഷങ്ങൾ ചോദിക്കാനും അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ ഓർത്ത് സങ്കടം വന്ന് ഉറങ്ങുന്ന അമ്മമാർ ഡെയിലി മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. ടൈം മാനേജ് ചെയ്ത് എല്ലാത്തിനും സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയേ തീരൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്